ഇപ്പോഴാണ് മക്കളെ ആട് 3 സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് വന്നേ. ട്രെയിലർ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഇത്തവണ പാപ്പനും പിള്ളേരും ചേർന്ന് കപ്പ് കൊണ്ടേ പോകുമെന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. അത്തരത്തിലുള്ള ഒരു ട്രെയിലറാണ് ഇന്ന് റിലീസായത്. ട്രെയിലർ കാണുമ്പോൾ തന്നെ ഇതൊരു ട്രെയിൻ ട്രാവൽ ബേസ് ചെയ്തിറങ്ങുന്ന സിനിമയായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കളികളെ അല്ല ആട് 3യിൽ കാണാനായിട്ട് പോകുന്നത്. ഈ പടം തന്നെ ടോട്ടലി ഒരു ഡിഫറെന്റ് സോണിലേക്ക് മാറി എന്ന് ട്രെയിലർ കാണുന്നതേ വ്യക്തമാണ്. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിന് മുകളിലായിട്ട് എന്തോ സർപ്രൈസ് സിനിമയിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന ഫീലിംഗ് ട്രെയിലറിലുണ്ട്. ഷാജി പാപ്പന്റെ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് ട്രെയിലറിന്റെ മെയിൻ ഹൈലൈറ്റ്. ആദ്യ ഭാഗത്ത് രണ്ടാം ഭാഗത്തെ എല്ലാ ക്യാരക്ടേഴ്സും മൂന്നാം ഭാഗത്തിൽ വരുന്നുണ്ട്. ആ ഓരോ ക്യാരക്ടേഴ്സിനെയും മൂന്നാം ഭാഗത്തിലേക്ക് പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയെല്ലാം കാണാൻ നല്ല രസമായിരുന്നു. ട്രെയിലറിൽ വരുന്ന ഓരോ വിഷ്വൽസ് കാണുമ്പോഴും മനസ്സിലാവും ഇത്തവണ മിഥുനും വിജയ് ബാബുവും ചേർന്ന് നല്ല കോസ്റ്റ്ലി പ്രോജക്റ്റ് ആണ് പിടിച്ചിരിക്കുന്നതെന്ന്. ഇറക്കിയ പൈസയുടെ ക്വാളിറ്റി ട്രെയിലറിലെ ഓരോ ഫ്രെയിമിലും കാണാം. അമ്മാതിരി വിഷ്വൽസ്, പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ പീക്ക് ലെവൽ. ഡീസന്റ് ട്രെയിലർ തന്നെയാണ്. പക്ഷേ ഈ ഹിസ്റ്റോറിക്കൽ പോർഷൻസ് ഒക്കെ എത്ര കണ്ട് വർക്കാകുമെന്ന് തിയേറ്ററിൽ പോയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എന്തായാലും 2026 ബിഗസ്റ്റ് കോമഡി എന്റർടൈൻമെന്റ് തന്നെയായിരിക്കും ആട് 3. ഇനി എന്ത് ദുരന്തർ വന്നാലും ശരി, ടോസിക്ക് വന്നാലും ശരി, ഈ മാസം 19-ാം തീയതി ഷാജി പാപ്പനെ തന്നെ കാണാൻ പോകും. നിങ്ങൾ ഈ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സുമായി രേഖപ്പെടുത്തുക.